ഹലോ ഗായ്സ്, ഞങ്ങൾ പ്രേമിച്ച് കിട്ടിയതാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് തോന്നും ഞങ്ങൾ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ദാ ഈ കുയിപ്പ് ഇങ്ങനെ കയറി വരും. ബൈ ദ വേ, ഇത് പ്രേമിക്കാൻ വന്ന സ്ഥലമല്ല, എൻ്റെ പല്ലൊന്ന് റൂട്ട് കനാൽ ചെയ്യാൻ വന്ന സ്ഥലമാണ്. ഈ വീഡിയോ ഇങ്ങനെയൊക്കെ പോകാൻ കാരണം ഇതിൻ്റെ 2.5 വയസ്സുള്ള കുട്ടി എടുത്ത വീഡിയോയാണ്. അവൾ ജനിച്ച ശേഷം എനിക്ക് സ്വന്തമായിട്ട് മൊബൈലില്ല ഗായ്സ്. ഇത് അവളുടെ മൊബൈൽ. ഇടയ്ക്കിടയ്ക്ക് എനിക്കൊന്ന് കടം തരും, അത്ര തന്നെ. അടുത്തതായി കാണാൻ പോകുന്നത് എൻ്റെ കുട്ടിയിൽ അധികമൊന്നും കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ്. അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് കിടക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ റൂട്ട് കനാലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ഗായ്സ്. ഇനി കുറച്ച് സമയം നമുക്ക് വണ്ടി ഓടിക്കാം. അങ്ങനെ എല്ലാ വണ്ടികളും നിർത്തിവെച്ച് അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ് ഞാനും എൻ്റെ മകളും. ഇനി എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശാരി ചേച്ചി ചക്ക അയച്ചു തരുന്നത്. നല്ല പഴുത്ത തേൻ വരിക്കയാണ് ഗായ്സ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു താമര വിരിയുന്ന കാഴ്ചയാണ്. എന്ത് രസമാണല്ലേ കണ്ടുകൊണ്ടിരിക്കാൻ. ഈ ചക്ക ഇങ്ങനെ മലർത്തുമ്പോൾ താമര പോലെ വിരിഞ്ഞു വരും. ഇങ്ങനെ താമര വിരിഞ്ഞു വരുന്ന കണ്ടോ? ആണോ താമര? ഐ ആം വെരി സോറി, എൻ്റെ മോൾ സമ്മതിച്ചു തരുന്നില്ല ഇത് താമര പോലെയാണ് വിരിയുന്നതെന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ തർക്കം മൂത്തപ്പോൾ അവസാനം അവൾ എണീറ്റ് പോയി ഗൈസ്. അടിയിട്ട് എണീറ്റ് പോയി. അല്ല, ഞാൻ ഓടിച്ചു. പക്ഷെ അവൾ വെറുതെ പോയതല്ലായിരുന്നു. അവൾ അവളുടെ ഗുണ്ടയെ വിളിച്ചുകൊണ്ട് വരെയാണ് എന്നെ അടിച്ചത്. അങ്ങനെ ചക്കയൊക്കെ അടർത്തി ഒരു പാത്രത്തിലാക്കി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇന്ന് തന്നെ തീരും ഗായ്സ്. എന്തായാലും ചക്ക തന്നതിന് ശാരി ചേച്ചിക്ക് നന്ദി.